ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ മാത്സിലെ കോണുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാ കോണുകളും മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ 12 ഇഞ്ച് നീളം 12 ഇഞ്ച് വീതിയുമുള്ള ഒരു ഷീറ്റാണ്. ഇത് നമുക്ക് കാർഡ്ബോർഡ് ഷീറ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിവുഡ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഫ്ലെക്സിൻ്റെ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ 13 ഇഞ്ച് നീളം 13 ഇഞ്ച് വീതിയായ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫ്ലെക്സിൻ്റെ ഷീറ്റിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അടുത്തതായി നമ്മൾ 8 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10 സെൻറ്റിമീറ്റർ ആരത്തിലും ഒരു വൃത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായി നമ്മൾ കോണുകൾ അടയാളപ്പെടുത്താനുള്ള 10 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് നമ്മൾ അതിൽ ഓരോ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ ലൈൻ ഇടുന്നതും എന്താ പറയുക 10 ഡിഗ്രി വ്യത്യാസത്തിലാണ് ഇട്ടിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വരകളും വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ 8 സെൻറ്റിമീറ്റർ ആരത്തിൽ കട്ട് ചെയ്ത് വെച്ച വൃത്തം വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോണളവുകളെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ആദ്യം 0 അടയാളപ്പെടുത്തി, അത് കഴിഞ്ഞ് 10 ഡിഗ്രി, പിന്നെ അടുത്തതായി 20 ഡിഗ്രി, ജസ്റ്റ് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് 360 ഡിഗ്രി വരെ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ 360 ഡിഗ്രി രേഖപ്പെടുത്തിയ ആ പേപ്പറിൻ്റെ ആരം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായി നമ്മൾ എടുത്തു വെച്ച ആ നീല പേപ്പർ, അതായത് നമ്മൾ 8 സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തിയ പേപ്പർ ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അവിടെ വെച്ചത് കറക്റ്റ് 180 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഒരു ഐഡിയ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഒരു ബോൾ പിൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പിൻ ചെയ്ത് വെക്കുക. അടുത്തതായി നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ആ കോണുകൾ അടയാളപ്പെടുത്തിയ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അടിയിൽ നമ്മൾ വെച്ചെടുത്ത നീല പേപ്പർ ഒരിക്കലും ഒട്ടാൻ പാടില്ല. അത് ഒട്ടിയത് നമുക്ക് കറക്കുമ്പോൾ അത് തിരിയില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഒരു സൂക്ഷിച്ച് ഒട്ടിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചിട്ടേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത് 30 ഡിഗ്രിയിലാണ്. ജസ്റ്റ് നമ്മളിതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ സാധനം നമ്മൾ ജസ്റ്റ് ഒരു ഷോക്ക് വെച്ചതാണ്, തിരിയുന്നില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുമ്പോൾ നമുക്കത് 40 ഡിഗ്രിയിലേക്ക് എത്തിക്കാം. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അപ്പോൾ ഇത് നമ്മൾ 80 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ജസ്റ്റ് തിരിച്ച് 130, 150, 160 അങ്ങനെ എല്ലാ ആകൃതിക്കും നമുക്കിത് എത്തിക്കാം. അപ്പോൾ നമ്മളത് 250 ഡിഗ്രിയിൽ എത്തിച്ചു, 260, 270, 280. അപ്പോൾ ലാസ്റ്റ് ഇത് 360 ഡിഗ്രിയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതൊരു ഫുൾ സർക്കിളായി. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.